ഇന്ത്യൻ കായിക ലോകത്തെ പിടിച്ചുലച്ച് വിനേഷ് ഫോഗട്ടിന്റെ വെളിപ്പെടുത്തൽ. ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് ലൈംഗികമായി പീഡിപ്പിച്ച 6 പരാതിക്കാരിൽ ഒരാൾ താനാണെന്ന് വിനേഷ് ഫോഗട്ട് വെളിപ്പെടുത്തി. തന്റെയും സഹതാരങ്ങളുടെയും സുരക്ഷയിൽ ആശങ്കയുണ്ടെന്നും താരം പറഞ്ഞു. ഇന്ത്യൻ ഗുസ്തി ലോകത്ത് വീണ്ടും പ്രകമ്പനം കൊള്ളിക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. നീതിക്കായുള്ള പോരാട്ടം തെരുവിൽ നിന്ന് ഇപ്പോൾ കോടതിയിലേക്കും കായിക വേദികളിലേക്കും പടർന്നിരിക്കുകയാണ്. മുൻ റെസ്ലിംഗ് ഫെഡറേഷൻ അധ്യക്ഷൻ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് 6 വനിതാ താരങ്ങളിൽ ഒരാൾ താനാണെന്ന് വിനേഷ് ഫോഗട്ട് പരസ്യമായി വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇത്രയും കാലം രഹസ്യമായി വച്ചിരുന്ന ഈ വിവരം വിനേഷ് ഇപ്പോൾ തുറന്നു പറയുന്നത് എന്തുകൊണ്ടാണ്? ഗൊണ്ടായിൽ നടക്കുന്ന മത്സരത്തിനിടെ വിനേഷ് നേരിടുന്ന ഭീഷണികൾ എന്തൊക്കെയാണ്? ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച് ഡൽഹിയിലെ ജന്തർ മന്ദറിൽ മാസങ്ങളോളം സമരം ചെയ്ത താരങ്ങളിൽ പ്രമുഖയായിരുന്നു വിനേഷ് ഫോഗട്ട്. എന്നാൽ ഇതുവരെയും ആ 6 ഇരകളിൽ ഒരാൾ താനാണെന്ന് വിനേഷ് ഔദ്യോഗികമായി പറഞ്ഞിരുന്നില്ല. ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് വിനേഷ് ഈ ബോംബ് വെളിപ്പെടുത്തൽ നടത്തിയത്. ഞാൻ തന്നെയാണ് ആ 6 പേരിൽ ഒരാൾ എന്ന് വിനേഷ് പറയുമ്പോൾ അത് ഇന്ത്യൻ കായിക ചരിത്രത്തിൽ തന്നെ ഏറ്റവും ധീരമായ വെളിപ്പെടുത്തലുകളിൽ ഒന്നായി മാറുന്നു. ഇര എന്ന ലേബലിൽ നിന്ന് നീതിക്കായി പോരാടുന്ന പോരാളി എന്ന നിലയ്ക്കാണ് വിനേഷിന്റെ മാറ്റം. ഉത്തർപ്രദേശിലെ ഗൊണ്ടായിൽ നടക്കുന്ന നാഷണൽ ഓപ്പൺ റാങ്കിംഗ് ടൂർണമെന്റിനെതിരെയും വിനേഷ് രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചു. ബ്രിജ്ഭൂഷന്റെ കോട്ട എന്നറിയപ്പെടുന്ന ഗൊണ്ടായിൽ വെച്ച് ടൂർണമെന്റ് നടത്തുന്നതിലെ അനൗചിത്യമാണ് താരം ചൂണ്ടിക്കാട്ടുന്നത്. ബ്രിജ്ഭൂഷന്റെ ഉടമസ്ഥതയിലുള്ള നന്ദിനി നഗർ കോളേജിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. തടവുകാരെ പോലെയാണ് തങ്ങൾ അവിടെ കഴിയുന്നതെന്നും ഓരോ നിമിഷം നിരീക്ഷിക്കപ്പെടുകയാണെന്നും വിനേഷ് പറയുന്നു. തനിക്കോ തന്റെ കൂടെയുള്ളവർക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനും കായിക മന്ത്രാലയത്തിനുമായിരിക്കുമെന്ന് താരം മുന്നറിയിപ്പ് നൽകി. ഗുസ്തി ഫെഡറേഷൻ ഇപ്പോഴും ബ്രിജ്ഭൂഷന്റെ നിയന്ത്രണത്തിലാണെന്ന് വിനേഷിന്റെ ആരോപണം. മത്സരങ്ങളിൽ തനിക്ക് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ റഫറിമാർ ശ്രമിക്കുന്നുണ്ടെന്നും മാനസികമായി തന്നെ തളർത്താൻ നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്നും വിനേഷ് വ്യക്തമാക്കുന്നു. റിയോ ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ ജേതാവ് സാക്ഷി മാലിക് വിരമിച്ചതും ബജ്രംഗ് പൂനിയ പത്മശ്രീ തിരിച്ചു നൽകിയതും നാം കണ്ടതാണ്. ഈ പോരാട്ടം വെറുമൊരു മെഡലിന് വേണ്ടിയല്ല, മറിച്ച് വരാനിരിക്കുന്ന പെൺകുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് വിനേഷ് ഉറപ്പിച്ചു പറയുന്നു. വിനേഷ് ഫോഗട്ടിന്റെ ഈ വെളിപ്പെടുത്തൽ വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ കായിക ചർച്ചകൾക്ക് വഴിമരുന്നിടുമെന്ന് ഉറപ്പാണ്. രാജ്യത്തിന് വേണ്ടി മെഡലുകൾ വാരിക്കൂട്ടിയ ഒരു താരം തന്റെ സുരക്ഷയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടി വരുന്നത് ജനാധിപത്യ സമൂഹത്തിന് വലിയൊരു ചോദ്യചിഹ്നമാണ്. വിനേഷിന്റെ പോരാട്ടത്തിന് നീതി ലഭിക്കുമോ എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്.